ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പച്ചക്കുരുമുളകൊക്കെ ഇട്ടൊരു ബീഫ് കറി വെച്ചാലോ? എൻ്റെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബീഫ് കറി നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1/4 കിലോ ബീഫാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു തണ്ട് പച്ചക്കുരുമുളക്, ഇഞ്ചി, ഒരു 10-15 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ കൊച്ചുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കൊച്ചുള്ളി തീർന്നു പോയി. എന്നിട്ട് ആ അരച്ചെടുത്തത് ഞാൻ ബീഫിലോട്ട് ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് നമ്മുടെ ബീഫിൻ്റെ മീറ്റ് മസാല വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം, എഡിറ്റ് ചെയ്യാൻ മറന്നുപോയി. അത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച ശേഷം അതിലോട്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു കുക്കറിലിട്ട് തട്ടിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ശേഷം നമ്മൾ പതിവ് കലാപരിപാടി അടുപ്പ് കത്തിക്കുന്നു, കുക്കർ വയ്ക്കുന്നു, വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു 8 വിസിലൊക്കെ ആയപ്പോൾ വെന്ത്. എന്നിട്ട് ഞാനൊരു ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ ഞാൻ ഉള്ളി ചതച്ചായിട്ടത് എൻ്റെ ചോപ്പർ പൊട്ടിപ്പോയതുകൊണ്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കൂടെ ഒന്നും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അരച്ചു. അതിൽ വാടി വന്നതിന് ശേഷം ഞാൻ ഒരു ചെറിയ തക്കാളി ഫുൾ ചേർത്തിട്ടുണ്ട്. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അത്ര ഇടുന്നുണ്ട് കേട്ടോ. നല്ല എരിയുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കുരുമുളകല്ലേ അരച്ച്, അതിന് നല്ല എരിവ് കാണും. അതും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉലുവയും പൊടിച്ചതിട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീഫിൽ ചേർത്തു, എന്നാലും കറിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. നല്ല മണമൊക്കെ ഈ സമയത്ത് നന്നായിട്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് ആ പച്ചക്കുരുമുളകിൻ്റെ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ മല്ലിയില അരച്ചതുകൊണ്ട് ഇതിലിപ്പോൾ ഞാൻ മല്ലിയിലയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കുറച്ച് എരിയോടെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.